നമുക്ക് മത്തി ഉപയോഗിച്ച് ഒരു അടിപൊളി വിഭവം ഉണ്ടാക്കാൻ നോക്കിയാലോ? അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: സബോള, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തേങ്ങാക്കൊത്ത്. ഇനി ഫ്രൈ ചെയ്യാനായിട്ടുള്ള മത്തിക്ക് ആവശ്യമായിട്ടുള്ള 1 ടീസ്പൂൺ മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവയിലേക്ക് സ്വല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് കുഴച്ചെടുക്കുക. എടുത്ത് വെച്ചിരിക്കുന്ന മിക്സിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി മുഴുവനും ഇട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുക്കുക. ഈ മത്തി നമ്മൾ അരമണിക്കൂറത്തേക്ക് റെസ്റ്റിന് വയ്ക്കണം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിൽ എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഈ മത്തി കഷ്ണങ്ങൾ മുഴുവനും പെറുക്കി വയ്ക്കണം. മത്തി നന്നായി വറുത്ത് കോരിയതിന് ിലേക്ക് മറ്റൊരു ചീനച്ചട്ടി വയ്ക്കുക. ചീനച്ചട്ടി ചൂടായതിനു ശേഷം ഓയിലൊഴിച്ച് ഓയിലൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് അതിലേക്കിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് ആ തേങ്ങാക്കൊത്ത് മാറ്റി വയ്ക്കുക. ആ തേങ്ങാക്കൊത്ത് വറുത്ത ഓയിലിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ നന്നായി മൂപ്പിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സബോള സ്ലൈസായിട്ട് അരിഞ്ഞിട്ടത് അതിലേക്ക് ചേർത്ത് അത് നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റുക. അത് വഴന്നു വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുക. മസാലക്കൂട്ടായിട്ടുള്ള മീറ്റ് മസാല 1 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ എന്നിവ ചേർത്ത് നന്നായി ഇളക്കിയതിന് ശേഷം 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ആഡ് ചെയ്ത് നന്നായി പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ വറുത്ത് കോരി വെച്ചിരിക്കുന്ന മത്തി കഷ്ണങ്ങൾ അതിലേക്കിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ആവി കയറ്റിയെടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇതിൻ്റെ ഫീഡ്ബാക്കായിട്ട് കമൻ്റ് ഇടാനും മറക്കരുത്. താങ്ക് യു.